ഹേ ഗൈസ്, രാവിലെ തന്നെ എണീറ്റ് റെഡിയായി കാപ്പി പിടിക്കാനുണ്ട്. കാപ്പിക്ക് ഇഡ്ഡലി സാമ്പാറായിരുന്നു. അങ്ങനെ കാപ്പി പിടിച്ചു തുടങ്ങി. ഓഫീസിൽ ഇന്നത്തെ ഷൂട്ട് വെളിയിൽ വെച്ചായതുകൊണ്ട് എന്നെ ഉച്ചയ്ക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിന് വെച്ച കൊഞ്ചു തോരനും കൂടെ രാവിലെ കഴിച്ചു. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലോട്ട് പോയി. പോണ വഴിക്ക് ഒരു കോഫിയും പിന്നെ ഒരു ചിക്കൻ പപ്സും. എന്നിട്ട് നേരെ ഓഫീസിലെത്തി. ഇവിടെ നേരെ ഷൂട്ടിന് തിരിച്ചു. പോണ വഴിക്ക് വണ്ടി കംപ്ലൈന്റ് ആയി. വണ്ടി എങ്ങനെയൊക്കെ ശരിയാക്കിയിട്ട് നേരെ അവിടെ ഇവിടെയുള്ള ഷൂട്ടൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്ക് അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് കപ്പയും പൊറോട്ടയും ബീഫും ആയിട്ട് കഴിച്ചു കഴിഞ്ഞ് ബാലൻസ് വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഇനി നേരെ വണ്ടി നോക്കി പോകണം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടിയുടെ തലേനെ കെട്ടി നിർത്തി. ഇവിടെയുള്ള ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. രണ്ട് സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് മാറിപ്പോയി. ഇനി അത് മാറ്റി. അങ്ങനെ അത് മാറ്റിയെടുക്കാനായിട്ട് പോയി. ആദ്യം ഞാൻ വാങ്ങിച്ച സാധനത്തിന്റെ വില 300 രൂപ. അതെന്റെ വണ്ടിയുടെ അല്ല. ഇപ്പൊ എന്റെ വണ്ടിക്ക് വേണ്ട സാധനത്തിന്റെ വില 2000 രൂപ. പിന്നെ ഇതിൽ കുറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു 1000 രൂപ. വണ്ടി ശരിയാക്കണ്ടേ, ഇതൊക്കെ മാറ്റിയല്ലേ പറ്റൂ. അങ്ങനെ അതും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരണ വഴിക്ക് അനിയത്തിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതും വാങ്ങിച്ച് അതിന്റെ കൂടെ ഒരു ബർഗറും പിന്നെ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും വാങ്ങിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഇവിടെ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാൻ ഒരു വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാല്ലേ, നൈസായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ബൈക്കിനുള്ള സാധനം കൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ച് നേരെ വീട്ടിൽ. എന്നിട്ട് അവൾക്ക് വാങ്ങിച്ച സാധനം അവളെ കയ്യിൽ തന്നെ കൊടുത്തു. ഇതൊന്നും ഞാനല്ല വാങ്ങിച്ചത്, അളിയനാണ് ഇവർക്ക് അതെല്ലാം വാങ്ങി കൊടുത്തത്. പിന്നെ എല്ലാം വാങ്ങിച്ചതില്ല, അതിൽ നിന്ന് ഞാൻ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എടുത്ത്. ഇവിടെ ഇപ്പോൾ ബർഗറായിട്ടൊരു മൽപ്പെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വയല് ബർഗറിനകത്ത്. ഇനി എന്റെ ചാൻസ്. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ. പിന്നെ ആ ഒരു ഒറ്റ ബർഗർ ഞാൻ തന്നെ കഴിച്ചത്. ബർഗർ മാത്രമല്ല, ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ തന്നെ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ.